ഇത് നമുക്ക് അടിപൊളിയായിട്ട് പൊളിച്ച് അതിന്റെ പരിപ്പ് എടുത്തിട്ട് നമുക്ക് കറി വയ്ക്കണം കേട്ടോ. അതെ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതായിരിക്കും. ഇത്തിരി പണിയുണ്ട്, കുറേശ്ശെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ കറി കൈമിലായാലേ അപ്പൊ ഫുള്ളും കഴിയും. അപ്പൊ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ വെക്കുള്ളൂ, ഭയങ്കര ഉറപ്പല്ലേ. എങ്ങനെയാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാത്ത അവരുടെ ഇതിങ്ങനെ കുത്തിയെടുക്കണം, പൊളിച്ചെടുത്തോട്ടാ. ഇനിയിപ്പോഴേ കഴിഞ്ഞാണ്ട് ഇങ്ങനെ കുത്തിയെടുക്കണം. എന്താ പറ്റുണ്ട് അത്ര കഴിഞ്ഞ് ആയപ്പോൾ കൊള്ളും. നമുക്കിതൊക്കെ എടുത്തിട്ട് ഇത്തിരി പണിയുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാട്ടോ. അത് തിന്നാ മതിയാവില്ല. അതെ. അപ്പൊ നമുക്കിതൊക്കെ ഇങ്ങനെ ഓരോന്നിരുന്നിട്ട് കുത്തി ഫുള്ളായിട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടാ. അപ്പൊ നമ്മളേ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി വെളിച്ചെണ്ണിട്ടൊന്ന് തിളപ്പിക്കണം. അതിൻ്റെ എണ്ണയും മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ തോട് കൊടുത്തെടുക്കാൻ പറ്റുള്ളൂ. ഈ അതിൻ്റെ തിളച്ചിട്ട് അത് നമ്മുടെ ഒരു മീൻ കൂട്ടാൻ കൂടി ഉണ്ട്. വേണ്ട, കരിപ്പിടിയാണ്. കരിപ്പിടിനെ ഞാൻ ബൗളിലിട്ട് വളർത്താണ്. അപ്പോൾ നമ്മളെ കശുവണ്ടി നമ്മൾ പൊളിച്ചിട്ടുണ്ടാണല്ലോ, അത് തിളപ്പിക്കാൻ വെച്ചില്ലേ. അത് തിളപ്പിച്ചതിൻ്റെ അതിൻ്റെ തോട് മാറ്റി തോട് നല്ല കട്ടിയില്ലേ. എന്നിട്ട് അതിന് പരിപ്പ് മാത്രം ഇട്ടാട്ടാ. ഇതാണ് നമുക്ക് ഉപ്പേരി വയ്ക്കേണ്ടത്. നമുക്കത് ബാക്കിയുള്ളത് കാണിക്കാം അല്ലേ. സമയം പോയില്ലേ. ഇതിൽ മറ്റേ അതിൻ്റെ പാശയൊക്കെ ഉണ്ടാവുന്നതായിട്ടേ, അപ്പോൾ അതൊന്നും ഉപയോഗശൂന്യമാണ്, അത് കളയാം. ഓക്കെ. അപ്പം നമുക്ക് ഇത് എന്താ പറയാ, ഇഞ്ചി പച്ചമുളക് ഒന്നും ഇട്ടില്ല. ഇറച്ചി വെപ്പല്ല വെക്കാണ്, സാധാ ഉപ്പേരിയാണ് നമ്മൾ കാശുന്നത് കേട്ടാ. കുത്തിപ്പൊടി മുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മള് മുളക് പൊടിയാണ് ഇടുന്നത്. ചെമ്മൂടിയൊക്കെ വേണ്ടിട്ട് ചുള്ളനായിട്ടാ. ഇതിങ്ങനെ ആക്കി എടുക്കാൻ ഒത്തിരി പാടാട്ടാ. ആക്കി കിട്ടിയ സൂപ്പർ ടേസ്റ്റ് ആണ്. എന്താ ടേസ്റ്റ്. അത് വീഡിയോ പിടിച്ചില്ല കേട്ടാ. ചേട്ടൻ വലിയ തൊണ്ട് ചേട്ടൻ പൊളിച്ചു, പിന്നെ അതിന്റെ ഉള്ളിലത്തെ തൊണ്ട് ചുട്ടെടുത്തിട്ട് ഞാനും കൂട്ടനും കൂടി എന്താ ഞങ്ങള് പൊളിച്ചതിന് പണ്ട് ഉണ്ടടിക്കാനായിട്ടേ മേടിച്ചതാ കശുവണ്ടി. അതിൽ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറെ നാളിരുന്ന നാശാവും. അപ്പോൾ ജൂൺ മാസം പകുതിക്ക് വരെയില്ലേ നാശാവും. പണ്ട് കാലത്തുണ്ടല്ലോ നമ്മള് ഇതിന്റെ മുള വരുമ്പോ, ഒരു മഴ വരുമ്പോ പെയ്യുമ്പോ അത് മുളച്ചുടങ്ങും കിടന്നിട്ട്. അപ്പൊ മാവിന്റെ ഉള്ളൊക്കെ നിറച്ച് കിടക്കൂട്ടാ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കീറ അടുപ്പുണ്ടാവും. അത് കീറിട്ട് നമുക്ക് മുളയായി ഇതൊക്കെ എടുത്തോണ്ടില്ല, അതിങ്ങനെ വെച്ചോണ്ട് ഊരിപ്പോരും. പണ്ടത്തെ കാലത്ത് 3-4 ഏക്കറ കശുമാവിന്റെ തോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ കാശെടുത്ത് മേടിച്ചാട്ടായിരുന്നു, ചാക്കിൽ കൊടുത്ത് മേടിച്ച കശുവണ്ടിയാണ്. അപ്പൊ നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി, നമ്മള് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. മതിയാവില്ലേ? അല്ല, ഇത് മറ്റേ കളറുള്ളതായി തന്നെയാണ്. കാശ്മീരി ചില്ലിയും സാധാ മുളകും കൂടി പൊടിപ്പിച്ചതാണ്. അത് കാരണം നല്ല കളറായിട്ട് വൈകിട്ട് കൊണ്ടുതരാം. അടുത്ത ബുധനാഴ്ച തൊട്ട് അല്ലേ സ്കൂളിൽ പോവാണ്.
പട്ടിക്കാട്. കുറേ പിള്ളേർക്ക് കൊല്ലം ആ സയൻസിനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടല്ലേ. പിന്നെ ഹ്യൂമാനിറ്റീസ് ആയി കാരണം കുഴപ്പമില്ല കേട്ടോ. സയൻസ് മറ്റുള്ളതൊക്കെ ആണെങ്കിലേ സയൻസും പിന്നെ എന്താ വേറെ കൊമേഴ്സ് എടുക്കാൻ തയ്യാറല്ല. ആ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് വേണ്ട. അത് രണ്ടിട്ടും കണ്ടതല്ലേ നമ്മള് നേരെ വരുന്നില്ല. കഴിപ്പിണി എന്താ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാട്ടാ. എരിവൊക്കെ ഇരിക്കി കേറി ഇങ്ങനെ പിടിച്ച് എന്താ ടേസ്റ്റ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഒരു വട്ടം കഴിച്ചാ പിന്നെ അത് കിട്ടാന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇനി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിൽ പോയിട്ട് മേടിക്കേണ്ടി വരും. അല്ലേ പിന്നെ വണ്ടി ഉള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല. പറങ്കി മാവൊക്കെ ഉള്ളവർ അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ അടിപൊളിയായിട്ട് വെച്ച് കഴിക്കണമല്ലായിരിക്കും. ഇത് ഈ മസാല കൂടി ഇട്ടാ വേറെ വെക്കുമ്പോൾ നമുക്ക് വയ്ക്കാം. പക്ഷെ ഇതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതാ നല്ലത്. വലിയ റിസ്ക് ഇല്ല. ഇത് കശ്മീരി തന്നെ അതേ ഗ്രേവിയൊക്കെ അതിന്മേ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം. കാണുമ്പോ തന്നെ നമുക്ക് വായിലിങ്ങനെ വെള്ളം മുറി വരും കേട്ടാ കഴിക്കാൻ. ഞാൻ തമാശ പറഞ്ഞു, നീ അത് നോക്കണ്ട. മറ്റൊരു കോമഡി പറയാൻ നിക്കാണ്. കോമഡി നമ്മളത് ചാറ് കറി വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിൽ പരിപ്പും മുരിങ്ങേരയും പിന്നെ ചേമ്പിന്റെ കൂമ്പും കൂടിയിട്ട് ഇത് ചാറ് കറി വെക്കണം കേട്ടോ. നമ്മള് ഇത് അതിലേക്കുള്ള കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നല്ല ടേസ്റ്റ് ആട്ടാ. അതിങ്ങനെ വെറുതെ ചുമ്മാ കുത്തി കച്ചി പുളിയൊന്നും ഒഴിക്കില്ല. നമുക്ക് ചോറിലേക്ക് ചേമ്പിന്റെ ആകുമ്പോ പുളി ഒഴിച്ചില്ലെങ്കിൽ ചൊറിയോ? ഇല്ല. ചേനൊക്കെ അല്ലേ ഇപ്പൊ? ചേന കുളിച്ചിട്ടേക്കാണല്ലേ. അതുമ്മ വെട്ടിയ ചേട്ടൻ ചീത്ത പറയുന്ന വെച്ചിട്ടാ ഞാൻ വെട്ടാണ്ടിരിക്കണേ. എനിക്കത് കറി വെട്ടി ഭയങ്കര ഇഷ്ടമാണ്. തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് അത്. തഴുതാമ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസം തഴുതാമ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കൊല്ലം കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ തഴുതാമയും പച്ചക്കറിയുടെ കുറേ കഴിക്കും. ആയിട്ടില്ലോ, മഴ പെയ്തും ഇതൊക്കെ ആയിട്ട് വരുന്നല്ലോ. അങ്ങനെ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമല്ലോ. ഇറച്ചി മീൻ മാത്രമേ ഇഷ്ടം. എനിക്ക് വെജിറ്റബിൾ ഇഷ്ടമാണ്. അത് മറ്റേ മുളക് പൊടിയിൽ ഇടുക തന്നെ വല്ലാത്ത കളർ തോന്നല്ലേ. കാശ്മീരി ചില്ലി ഉണ്ടല്ലോ. ഓ വയറ് കത്തിട്ട് 2 മണി കഴിഞ്ഞു. 2 മണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ചോറെടുക്കാട്ടാ. നല്ല പാലക്കാടൻ മട്ട വെള്ളരി മേടിക്കാറ്. അപ്പം മട്ട നല്ല രസം തോന്നിയിട്ട് മേടിച്ച. വില കൂടുതലാ. വടിമട്ട എന്ന് പറഞ്ഞ ഇവിടെ പറയുന്ന പേരിട്ടാ. വടിമട്ടയാ നീട്ടം കൂടിയാ അരിയാ. അതിന് വില കൂടുതലാ മറ്റുള്ളതിനെ അപേക്ഷിച്ച്. ഉരുണ്ട മട്ടയുണ്ട്, അതിന് വില കുറവാണ്. കുറുവാന്ന് പറയല്ല, ചെറുമണി കുറുവാന്ന് പറയും. കറി സെറ്റ്, ചോറ് സെറ്റ്, കൂട്ടാൻ സെറ്റ്. കഴിക്കും. ഇത് നമ്മുടെ കശുവണ്ടി കറി കറിയുണ്ട്. ഫ്രൈ എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ ഫ്രൈ ആയില്ലേ, പണ്ടൊക്കെ ഉപ്പേരി. ഫ്രൈ കാരണം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കട്ടെ കേട്ടാ. കഴിക്കുന്നത് കാണിക്കാം.
പരിപ്പും ചാറ് വെച്ചോട്ടാ. അപ്പൊ നമ്മള് ചോറിനാൻ പോവാണ് കേട്ടാ. അപ്പൊ നമ്മള് ചേട്ടൻ ഞാൻ കൈമേറ്റി ചേട്ടൻ കശുവണ്ടിക്ക് പരിപ്പും കശുവണ്ടിക്കറിയാണ് ഇന്നത്തെ താരം. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നമ്മള് ചില ചെയ്യാറ് കേട്ടോ. നമ്മള് അത് നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അടുപ്പിച്ചേക്ക് അതിന് അവിടെ പോകും. കൈ വരക്കിട്ടല്ലോ കൈ വരക്കുന്നതല്ല നമ്മുടെ മുട്ട പിടിക്കുമ്പോഴേ മുട്ട ഇവിടെ തട്ടാ മതി. അഭിപ്രായം പറഞ്ഞ പറയൂ. നല്ല മട്ട സൂപ്പറാണ് കേട്ടാ. അങ്ങനെ കിട്ടാണെങ്കിൽ നമ്മൾ വെച്ച് പറയാൻ വാക്കുകളില്ല. ഇത് മേലെ ടേസ്റ്റ് കൊണ്ടും ഗുണം കൊണ്ടും നല്ല ഇതാണ്. നമുക്ക് കശുവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും ഗുണമുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു അതറിയാലോ, അതേ പറഞ്ഞേ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികള്. പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.